നിങ്ങൾ ശുഭാപ്തി വിശ്വാസക്കാരാണോ അശുഭാപ്തി വിശ്വാസക്കാരാണോ? പെസിമിസ്റ്റ് ആണോ ഓപ്റ്റിമിസ്റ്റ് ആണോ? ഞാൻ ജൂലി രാകേഷ്. അപ്പൊ നമുക്ക് ശുഭാപ്തി വിശ്വാസം അശുഭാപ്തി വിശ്വാസത്തിനെ കുറിച്ചിട്ട് പറയാം. നിങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാന്നുള്ളതാണ്. നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം. അതായത് രണ്ട് കുട്ടികളുണ്ടായിരുന്നു, രണ്ടാൺകുട്ടികളെ. ഒരാളാണ് എപ്പോഴും എന്തിനേയും കുറ്റം പറയുന്ന ഒരാൾ, എന്തും എനിക്കത് പോരാ അങ്ങനെ ഇങ്ങനെ എപ്പോഴും കുറ്റം പറയും. ഒരാളാണെങ്കിലോ എന്തിലും പോസിറ്റീവ്നെസ് കാണുന്ന ഒരു കുട്ടി. അപ്പോൾ അങ്ങനെ ഇരിക്കെ അച്ഛനമ്മ രണ്ടുപേർക്കും ബർത്ത്ഡേ വന്നപ്പോൾ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തപ്പോൾ ഒരാൾക്ക്, ഈ എപ്പോഴും കുറ്റം പറയുന്ന ആൾക്ക്, പെസിമിസ്റ്റ് അശുഭാപ്തി വിശ്വാസക്കാരനായ ആ കുട്ടിക്ക് കുറേ കളിപ്പാട്ടം മേടിച്ചു കൊടുത്തു, കുറേ റിമോട്ട് കാറുകൾ മേടിച്ചു കൊടുത്തു, കുറേ സാധനങ്ങൾ മേടിച്ചു കൊടുത്തു, സൈക്കിള് മേടിച്ചു കൊടുത്തു, ജീപ്പ് മേടിച്ചു കൊടുത്തു, അങ്ങനെ കുറേ മേടിച്ചു കൊടുത്തു. അവൻ ഇതെല്ലാം തുറന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറയാ, ഇനി ഇത് ഞാൻ കൊണ്ട് കളിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് വരും, അവരൊക്കെ ഇത് നാശമാക്കും, ഇത് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഈ കളിപ്പാട്ടം ഞാൻ കൊടുക്കണം, എനിക്ക് ഇത് കിട്ടിയ ഇതെനിക്ക് സമാധാനത്തിൽ ഓടിക്കാനും പറ്റില്ല, ഈ കാറുകളൊക്കെ ആ കുട്ടികൾ വേണമെന്ന് പറയും, വീട്ടിൽ വരുന്ന വിരുന്നുകാരൊക്കെ ഇതെടുത്തിട്ട് നാശമാക്കും, ഞാൻ ഇതിനെ ഒളിപ്പിച്ച് വെക്കേണ്ടി വരും, എനിക്കൊരു സമാധാനത്തിൽ കളിക്കാനും പറ്റില്ല, ഇനി ഇത് ഞാൻ കളിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആരും അറിയാതെ വേണം ഞാനിത് കളിക്കാനും, ഇനി ഇത് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോയി പുറത്ത് കളിക്കുന്ന സമയമൊട്ട് കിട്ടൂല, ഇതാണെങ്കിൽ അവരോട് കൊണ്ടുപോകാനും പറ്റില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ നാശമാക്കുന്ന കുട്ടികളാന്ന് പറഞ്ഞ്, പിന്നെ അത് മാത്രമല്ല ഇപ്പം ഞാനിത് വെളിയിൽ കൊണ്ടുപോയി ഒരു ദിവസം കൊണ്ട് ഇതിൻ്റെ ബാറ്ററിയൊക്കെ അവരതിനെ നശിപ്പിച്ച് കൈത്തരും, എല്ലാം നശിപ്പിച്ച് കൈത്തരും, നിങ്ങൾക്ക് ഇതേ മേടിക്കാൻ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു ആ കുട്ടി അച്ഛനമ്മോട്. വേറൊരു മോന് മേടിച്ചു കൊടുത്തത് ഒരു പട്ടം, കയറ്റും, പിന്നെ കുറച്ച് ചാണകവും അതേപോലെ കുറച്ച് കളിമണ്ണുമാണ് കൊടുത്തത്. അവിടെ പോയി നോക്കുമ്പോൾ അവൻ ഭയങ്കരമായിട്ട്, അതായത് എന്തിലും ശുഭാപ്തി വിശ്വാസം കാണുന്ന അവൻ കിടന്നിട്ട് ചാടാണ്, ആ ഒരു അട്ടഹസിച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ മോനെ നീ കിടന്ന് ചാടുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഈ 3 സാധനം എനിക്കിനി ഫസ്റ്റ് ചാണകത്തിൻ്റെ പറയാം. അപ്പോൾ ചാണകം കണ്ടിട്ട് അവൻ പറഞ്ഞു തുള്ളിച്ചാടി, എനിക്കറിയാം അച്ഛനമ്മ എനിക്ക് കുതിര കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, ഒരു കുട്ടി കുതിരേനെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, ഞാൻ ആ കുതിരപ്പുറത്തിരുന്നിട്ട് ഞാൻ ഈ പട്ടം പോയി കടലോരത്ത് പോയി പറപ്പിക്കും, എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പം അച്ഛനമ്മ പറഞ്ഞു അതൊരു പശുവിടെ ചാണകം ആവാമല്ലോ എന്ന് പറഞ്ഞു. പശുവാണെങ്കിൽ എന്താ, അതിനെയും കൊണ്ട് എനിക്ക് ഓടിക്കളിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അച്ഛനമ്മ പറഞ്ഞു അത് ചാണകം അത് തെറ്റി തന്നതാണ് ഇവിടേക്കല്ല. അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, തെറ്റി തന്നതാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഈ ചാണകം കൊടുത്തിട്ട് ചുമരിലെറിഞ്ഞ് കളിക്കുമെന്ന് പറഞ്ഞു. അവൻ എങ്ങനെയും തളർത്താൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പട്ടവും കൊണ്ട് ഓടി കളിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഈ കളിമണ്ണ് തെറ്റി തന്നതാ മോനെ, നീ ഇതെടുത്ത് കളയെന്ന് പറഞ്ഞാൽ കളിമണ്ണ്, അയ്യോ ഇതുകൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം അച്ഛാ, കുറേ കളിപ്പാട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ, നല്ല രസമായിരിക്കില്ല, നമുക്ക് മൈൻഡ് ഒരു റിലാക്സേഷൻ ആയിരിക്കും, ഇത്രയും 3 സാധനം ഇത്രയും ഉപയോഗപ്രദമായ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. അതാണ് ശുഭാപ്തി വിശ്വാസവും അശുഭാപ്തി വിശ്വാസവും ഉള്ളത്. ഇപ്പൊ ചിലവര് കണ്ടിട്ടുണ്ടാവും, അതായത് എന്തിനും ഏതിനും അവര് കുറ്റം പറയണത്. അതായത് വെയിലാണെങ്കിൽ ഒരുപാട് മഴ കൂടുതൽ പെയ്താൽ പറയും ഓ മഴ കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോ 2 ദിവസം അടുപ്പിച്ച് വെയിൽ വന്നു കഴിഞ്ഞാൽ അവര് പറയും അയ്യോ വെയിൽ കാരണം ഒന്നിനും പറ്റുന്നില്ല, ചൂടെടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് പറയും. മഴ പെയ്താൽ മഴയ്ക്ക് കുറ്റം, എന്തിനും കുറ്റം പറയുന്നത്. അവരെപ്പോഴും നെഗറ്റീവ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നവർ, നെഗറ്റീവ് വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതേപോലെ ആരെങ്കിലും എന്തെങ്കിലും എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഓ അതിപ്പോൾ മുയൽ വീണ് ചക്ക വീണ് മുയൽ ചത്ത പോലെയാണ്, അതൊക്കെ എത്ര ഇതാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരും വളരില്ല, മറ്റുള്ളവരെ വളരാൻ സമ്മതിക്കില്ല. എന്തിലും ഏതിലും ഫുൾ നെഗറ്റീവ്സ് മാത്രമായിരിക്കും. ഒരു ഡ്രസ്സ് നമ്മൾ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് അതിൽ കുറ്റം കണ്ടുപിടിക്കും, ഇത് കൊള്ളില്ല, ഇത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, മറ്റേതാണ്, ഫുള്ളായിട്ട് നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഒരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഈ വ്യക്തികള് എല്ലാം ഒരു 20 കൂട്ടം കറി ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ അച്ചാറിൽ ഉപ്പ് ഭയങ്കര കൂടുതലായിരുന്നു, അച്ചാർ ബാക്കി 19 കറിയും നല്ലതായിരിക്കും, പക്ഷെ അവരത് പറയില്ല. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, കല്യാണത്തിന് പോയിട്ട് എന്തെങ്കിലും ഒരു കുറ്റം പറയാതെ വരാത്ത കുറേ ആൾക്കാരുണ്ട്. ഇനി
ഓപ്റ്റിമിസ്റ്റ് ആണെങ്കിൽ, ശുഭാപ്തി വിശ്വാസക്കാരാണെങ്കിൽ ഇതേ സാധനങ്ങൾ ഈ പറയുന്ന പോലെ വെയിലാണെങ്കിൽ സമാധാനം, ഇത്രയും ദിവസത്തെ ഒരു തുണികളൊന്നും ഉണങ്ങി കിട്ടിയാണ്, 2 ദിവസം വെയിലാവട്ടെ. മഴയാണെങ്കിൽ നല്ല സുഖമായിരിക്കും, മഴയത്ത് സുഖമായിട്ട് അടച്ചു മൂടി ഒന്ന് കിടന്നുറങ്ങുക സമാധാനത്തിൽ. മഴയൊക്കെ നനഞ്ഞ് നമുക്കൊന്ന് ആസ്വദിക്കാം. മഴയത്ത് നല്ല പരിപ്പ് വടയും ചായയും കുടിക്കാൻ വളരെ ടേസ്റ്റ് ആണെന്ന് പറയും. അവരെപ്പോഴും എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. അതുമാത്രമല്ല, അവരെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. അവർ വളരാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ അവരെ വളർത്താൻ ശ്രമിക്കുന്ന ഏറ്റവും അവസാന ഘട്ടം വരെ പോയി കഴിഞ്ഞിട്ട് അതൊരു നെഗറ്റീവ് പറയുന്ന വ്യക്തി ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു ഏറ്റവും തളർന്നിരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാൻ സാധിക്കും. എന്തുകൊണ്ട് കൊടുത്താലും അതിലൊരു 100 സാധ്യതകൾ കാണുന്നുള്ളതാണ്. പക്ഷെ അതേപോലെ തന്നെ ഈ ശുഭാപ്തി വിശ്വാസക്കാര് ഈ അശുഭാപ്തി വിശ്വാസക്കാരെ ഏറ്റവും നമ്മുടെയൊക്കെ ചുറ്റിലുണ്ടാവും, കൂട്ടാൻ നോക്കും. എന്നിട്ടും അവർ കൂടില്ല എന്നുണ്ടെങ്കിൽ അവസാനം അവർ വിട്ടുകളെ എന്നുള്ളതാണ്. ബിക്കോസ് അവര് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എനർജിയും കൂടെ ആരാണ് ഒരു ശുഭാപ്തി വിശ്വാസക്കാര് അവരെയും കൂടെ തളർത്തും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൾഫിലാണ് ജോലിക്ക് പോകണമെങ്കിൽ അതിന് 100 കുറ്റം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അവരുടെ ആ ഒരു എൻകറേജ്മെന്റിനെ തന്നെ, ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിനെ തളർത്തില്ലാണ്ടാക്കും അശുഭാപ്തി വിശ്വാസക്കാര്. നമുക്ക് തന്നെ തോന്നിപ്പോവും അവിടെ പോയാൽ ഇനി ശരിയാവോ എന്നുള്ളത്. അങ്ങനെയുള്ള വ്യക്തികളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് അവരൊരിക്കലും നന്നാവില്ല. ഒരിക്കലും അവരെ നന്നാക്കാനും നമുക്ക് പറ്റില്ല. നമ്മുടെ എനർജിയും കൂടെ അവർ കളയുന്നുള്ളതാണ്. എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരുടെ കൂടെ കൂട്ടുകൂടുക എന്നുള്ളതാണ്. അശുഭാപ്തി വിശ്വാസക്കാര് നിങ്ങളിപ്പോ 2 വ്യക്തികളുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ അശുഭാപ്തി വിശ്വാസക്കാര് നിങ്ങളെ ശുഭാപ്തി വിശ്വാസക്കാരുമായിട്ട് കൂട്ടുകൂടാൻ നിങ്ങളെ ഇല്ലാതാക്കുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇവനെങ്ങാനും നന്നായാലും അവിടെ പോയിട്ട് അതും കൂടിയാക്കും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണോ അതോ അശുഭാപ്തി വിശ്വാസത്തിലാണോ, അതോ നിങ്ങളെ ആരെങ്കിലും ഡീമോട്ടിവേറ്റ് ചെയ്യണ്ടോ എന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് എങ്ങനെയാണ് എന്ന് ഫുള്ള് നോക്കാം. അശുഭാപ്തി വിശ്വാസക്കാർക്ക് എല്ലാത്തിനും കുറ്റമാണ്. അവർക്ക് എല്ലാത്തിനും ഒരാളെ ആവശ്യമാണ്. അവർക്കൊരു ഐഡിയാസ് ഉണ്ടാവില്ല. ബിക്കോസ് അവർ ഐഡിയാസ് കാണുന്നില്ല. അവർ സന്ദർഭങ്ങളെ യൂട്ടിലൈസ് ചെയ്യാൻ അവർക്ക് അറിയില്ല. സന്ദർഭങ്ങളെ ഇല്ലാതാക്കാൻ മാത്രമേ അറിയില്ല. അപ്പോൾ അവർക്കൊരു ചെറിയ കാര്യം വരും, അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ഒരു 100 കൂട്ടം ആൾക്കാരെ വിളിച്ചു കൂട്ടി അവർക്ക് ആ ഒരു അതിലും കുറെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. അവരെപ്പോഴും ഈ പറയുന്ന പോലെ അവരെ കേൾക്കുന്ന നെഗറ്റീവ്സ് മാത്രം തരുന്നവരുമായിട്ടായിരിക്കും അവർ കൂട്ടുകൂടുക. 2 കൂട്ടരും നെഗറ്റീവ്സ് പറയുന്നവരായിരിക്കും. അതായത് ഒരു ന്യൂസ് പേപ്പറോ വായിച്ചിട്ട് ആക്സിഡൻസ്, മരണം, തട്ടിക്കൊണ്ടുപോക്ക്, കഞ്ചാവ്, അങ്ങനത്തെ കാര്യങ്ങളുള്ള ന്യൂസുകൾ മാത്രം ശ്രദ്ധിച്ച് പറയുന്നവരായിരിക്കും ഈ അശുഭാപ്തി വിശ്വാസക്കാർ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ശുഭാപ്തി വിശ്വാസക്കാരാണെങ്കിലോ ഇതൊന്നും നോക്കില്ല. ഇന്ന് എവിടെയാണ് സെൻസസ് എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഷെയർ എവിടെയാണ് നിൽക്കുന്നത്, സ്വർണത്തിന്റെ വില എവിടെയാണ്, എന്താണ് സാധ്യത എന്ന് അതായത് കുരുമുളകിന്റെ വില എവിടെയാണ് നിൽക്കുന്നത്, കുരുമുളകൊന്നും ഉണ്ടാവില്ല, കുരുമുളക് എവിടെയാണ് നിൽക്കുന്നത്, നാളികേരം എവിടെയാണ് നിൽക്കണം, വെളിച്ചെണ്ണ എവിടെയാണ് നിൽക്കണം എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും അവർ നിൽക്കുന്നത്. കുരുമുളക് ഉണ്ടാവില്ല, ചിലപ്പോൾ നാളികേരമൊന്നും ഉണ്ടാവില്ല. എങ്കിലും എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ പറയാലോ. അല്ലെങ്കിൽ നമ്മൾ നാളെ കടയിൽ പോണ സമയത്ത് അവർ ഒരുപാട് കൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് പറയാലോ എന്നുള്ളതുകൊണ്ട് ആ ഒരു കാറ്റഗറി ആയിരിക്കും നോക്കുക. അതേപോലെ ഏതൊക്കെ പുതിയ വണ്ടികൾ വന്നു, ഏതൊക്കെ പുതിയ ജ്വല്ലറീസ് ആണ് വന്നിട്ടുള്ളത്, ലേഡീസ് ആണെങ്കിൽ ആ ഒരു പുതിയത് നോക്കും. ഈ നെഗറ്റീവ്സ് ഒന്നും അവർ നോക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിൽക്കുന്നത്? നെഗറ്റീവിലാണോ പോസിറ്റീവിലാണോ, അശുഭാപ്തിയിലാണോ ശുഭാപ്തിയിലാണോ? ഇനി അശുഭാപ്തിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഒരു ബുക്ക് മേടിക്കുക, ഫുള്ള് കയ്യിൽ കൊണ്ട് നടക്കുക. മാറണം എന്ന് ശരിക്കും വിചാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറയുന്ന പോലെ നമ്മുടെ ക്ലാസ് എവിടെയുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓരോ പടിയിലും നമ്മൾ മാറ്റും എന്നുള്ളതാണ്. മാറ്റത്തിന്റെ ഏറ്റവും പരമാവധി വരെ കൊണ്ടുവന്നെത്തിക്കും. ഒരു അശുഭാപ്തി വിശ്വാസക്കാരിൽ അവർക്ക് എപ്പോഴോ കിട്ടിയ ഒരു ട്രോമയാണ്, കുട്ടിക്കാലത്തോ എപ്പോഴോ കിട്ടിയ എന്തോ ഒരു പോരായ്മകൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അവർക്കൊരു വളർച്ച കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ അവർ പഠിച്ച ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവർ വളർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളതുകൊണ്ട് ആണ് മറ്റുള്ളവരെയും കൂടെ അവർ തളർത്തുന്നത്. അവർക്ക് കിട്ടിയില്ല, മറ്റാരും നന്നാവാൻ പാടില്ല, അവര് നന്നായില്ല, അവർക്ക് ഈ ഒരു സാധനം കിട്ടിയില്ല, മറ്റാർക്കും കിട്ടാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ശുഭാപ്തി വിശ്വാസക്കാർ അങ്ങനെയല്ല.
അവർക്ക് എല്ലാം ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പുതിയ പുതിയ മാറ്റങ്ങൾ അവർ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. ഇതൊന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്തതൊന്നെന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടേയിരിക്കും. സാധ്യതകൾ തേടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഒന്ന് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അവിടെ ചടഞ്ഞു കൂടിയിരിക്കലല്ല, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അവരുമായിട്ട് കൂട്ടുകൂടുക. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളൊരു ബുക്ക് എടുത്തതിന് ശേഷം രാവിലെ തൊട്ടിട്ട് നിങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ എന്തൊക്കെയാണ്, എൻ്റെ സ്വഭാവം ഇതൊക്കെയാണോ, നെഗറ്റീവ്സ് ന്യൂസാണോ കാണുന്നത്, ഞാൻ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുന്നുണ്ടോ, എന്തിനു പോകാനും ഭയപ്പെടുന്നുണ്ടോ, എന്തിനും ഏതിനും മറ്റൊരാളുടെ സഹായം ആവശ്യമുണ്ടോ, എനിക്കറിയില്ല, എനിക്കിത് പറ്റില്ല, എനിക്കത് പറ്റില്ല, മറ്റേത് പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരാണോ എന്നൊരു ബുക്കിൽ എഴുതി വെക്കുക. വൈകുന്നേരം വരയ്ക്ക് എത്ര എണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം മുതൽ സാവധാനം മനഃപൂർവ്വം അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ നന്നായില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല, പക്ഷെ മറ്റൊരാളെ നമ്മളെന്താ എന്താ പറയുക, അവരെ കൂടെ തടയരുത് എന്നുള്ളൊരിതെങ്കിലും നമ്മൾ വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ നന്നാവും. അല്ലെങ്കിൽ പോസിറ്റീവ് ബുക്കുകൾ വായിക്കുക, പോസിറ്റീവ് ആൾക്കാരെ കണ്ടുപഠിക്കുക, അവര് സംസാരിക്കുന്ന രീതി കാണുക, അവരെന്ത് കൊടുത്താലും അതിനെ സാഹചര്യമാക്കി മാറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് കണ്ടുപഠിക്കുക. ഓക്കെ. അതേപോലെ തന്നെ ശുഭാപ്തി വിശ്വാസക്കാർക്ക് വേറൊരു ഇതുണ്ട്. അവരോട് ആരെന്ത് സംസാരിച്ചാലും അവരുടെ തോന്നൽ അവരെ കുറ്റപ്പെടുത്തുകയാണ്, അവരെ കളിയാക്കുകയാണ്, അവരെ ഇത് എന്നെ തന്നെയാണ് പറഞ്ഞത്, എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്, എന്നെ മാത്രമാണെന്ന് ജഗതി പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കും. അവരോട് എന്ത് സംസാരിച്ചാലും നോക്കിയാൽ അവർക്കതിൽ നല്ലത് കാണാനേ പറ്റില്ല. മറ്റേവരങ്ങനെയല്ല, അവരെന്ത് കുറ്റം പറഞ്ഞാലും അവർ വളരാനുള്ള ശ്രമത്തിലായിരിക്കും. എങ്ങനെ വളരാന്നുള്ള അത് പറഞ്ഞിട്ട് പോട്ടെ, നമുക്ക് വേറെ പണിയില്ല. അതുകൊണ്ട് വേറെ അടുത്തതിലേക്ക് പോകുമ്പോൾ അല്ലാതെ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഒരിക്കലും ഇരിക്കില്ല. അപ്പൊ മറക്കരുത്, നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യാം. മാറാൻ നോക്കൂ, സാധ്യതകളെ വരവേൽക്കൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. അപ്പൊ സ്റ്റേ ട്യൂൺ വിത്ത് ജൂലി രാഗേഷ്. താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കാണുന്നുണ്ട്. ഓൺലി വാട്സപ്പ് ആണ്. ഇവിടെ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് ചെയ്യാം. മാറാൻ ശരിക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം